നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് IBPSൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ഇതിൻ്റെ ഒരു ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ മാസം നടന്നിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഷെയർ ചെയ്തതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു പോസ്റ്റിലേക്കാണ്. പ്രൊബോഷണറി ഓഫീസേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനീസ്. ഈ വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ അപേക്ഷയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് 1/8/2024 മുതലാണ്. 21/8/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു തീയതിയിൽ തന്നെയാണ് അതും അടയ്ക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ഫിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളം ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എക്സാമിന് മുൻപായിട്ട് ലഭിക്കുന്നതാണ്. അത് ഓൺലൈനായിട്ടാവാം അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടായിരിക്കും ആ ഒരു എക്സാം നടക്കുന്നത്. അത് SC ST OBC കാൻഡിഡേറ്റ്സിനൊക്കെ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നതാണ്. ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ എക്സാം പ്രിലിമിനറി എക്സാം നടക്കാനുള്ള സാധ്യത ഒക്ടോബർ മാസത്തിലായിരിക്കും പ്രിലിമിനറി എക്സാം നടക്കുക. ഹാൾ ടിക്കറ്റും ഒക്ടോബറിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ റിസൾട്ട് പ്രിലിമിനറിയുടേത് നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മെയിൻ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് നവംബർ, അതുപോലെ തന്നെ എക്സാം നവംബർ മാസം തന്നെയായിരിക്കും നടക്കുക. ഈ ഒരു വർഷത്തോടു കൂടി ഇതിൻ്റെ കംപ്ലീറ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അടുത്ത വർഷം 2025 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏപ്രിൽ 2025 കൂടി ആരംഭിക്കുന്നതാണ് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. വേരി ചെയ്യാനൊക്കെ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ വിളിച്ചിരിക്കുന്ന ബാങ്കുകൾ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, UCO ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത്തരം ബാങ്കുകൾ ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്നത് 1/8/2024 എന്ന ഡേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഏജ് ലിമിറ്റ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത്. മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സാണ്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പറയുകയാണെങ്കിൽ 2/8/1994 1/8/2004 ഈ 2 ഡേറ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം തന്നെ ലഭിക്കുന്നതാണ്. SC അതുപോലെ തന്നെ ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെയും, അതർ ബാക്ക്വേർഡ് ക്ലാസ് OBC ഒക്കെ ആണെങ്കിൽ 3 വർഷത്തെയും, അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെയും, എക്സ് സർവീസർമാർ തുടങ്ങിയ കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷത്തെയും വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കി വെക്കുക. ഈ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വയസ്സളവ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഒന്ന് നോക്കി വെക്കുക. അടുത്തായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന ഡേറ്റ് 21/8/2024 ഈ ഒരു ഡേറ്റിനകത്ത് നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളത് സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് നോക്കുന്ന സമയത്ത് 175 രൂപയാണ് SC ST PWBD കാൻഡിഡേറ്റ്സിന് അടയ്ക്കേണ്ടതായിട്ട് വരിക. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് 850 രൂപയായിരിക്കും ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഈ 1/8/2024 മുതൽ 21/8/2024 ഈ ഒരു ഡേറ്റിൽ തന്നെയാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതിൻ്റെ എക്സാമിനേഷൻ്റെ പ്രിലിമിനറിയുടെയും മെയിൻ എക്സാമിൻ്റെയും സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ എക്സാം ആയിരിക്കും. 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പ്രിലിമിനറിയിലാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ റീസണിങ് എബിലിറ്റി ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിൻ്റെ 1 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക. മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും മെയിൻ എക്സാം ആയിട്ട് ഉണ്ടാവുക. 200 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. 155 ചോദ്യമായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഈ ഒരു എക്സാം മെയിൻ എക്സാം പാസ്സായിട്ടുള്ളവർക്കായിരിക്കും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.